ഏത് ലൊക്കേഷനാണോ ആ ലൊക്കേഷനിലെ പ്രയാസങ്ങൾ മുഴുവൻ ആ കാസ്റ്റിങ് വരുമായിരുന്നു. ആ ഒരു ബീം വാർക്കാനും സ്പാൻ ഉണ്ടാക്കാനുമേ പ്രീകാസ്റ്റ് ഇത് കൊണ്ടുവന്ന് വെക്കാമെന്ന് ഇറ്റലിക്കാരാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ഇതാണ് ആ ക്രെയിൻ സിസ്റ്റം വേണം. എഞ്ചിനീയേഴ്സൊക്കെ അവന്മാരാണ്. ഇന്നും വേൾഡിൽ എവിടെ ചെയ്താലും ഇറ്റാലിയൻ കമ്പനിയുടെ ഡിസൈനെ മാക്സിമം ഫോളോ ചെയ്തോളൂ. പക്ഷെ ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്ത് അവരുടെ ഒരു ഡിസൈനായിരുന്നു എല്ലായിടത്തും വേൾഡ് വൈഡായിട്ട് ഫോളോ ചെയ്തോണ്ടിരുന്നത്. ലോകം മൊത്തം ഭരിക്കുമല്ലോ ആയിരുന്നു. അമേരിക്കയിലും വന്നിട്ടുണ്ട്. അമേരിക്ക ശരിക്കും അവരുടെ കോളനി ആയിരുന്നു. പക്ഷേ യുനോ സ്പാനിഷുകാരും കൊളംബസ് അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കറുത്തവർഗ്ഗക്കാരെ കൊണ്ട് അടിമപ്പണിയായിരുന്നു അവിടുത്തെ മെയിൻ വിഷയമല്ലേ. ചേച്ചി നങ്ക് നുങ്ക് കോളനി ആയിരുന്നു. രണ്ടുപേരും ആസ്വദിച്ച് കഴിച്ചു. ഒന്ന് ഞാനും കുരങ്ങുമായിരുന്നു. അല്ല, അവന് വിശപ്പിന്റെ വിളിയാ. അവന് പനങ്കായല്ല, ഇനിയിപ്പോ റബ്ബർ പന്ത് കൊടുത്താലും അവൻ തിന്നാൻ. അവൻ അതുപോലെ ഇരിക്കുവായിരുന്നു അവിടെ. അത് വേനൽക്കാലം ആയി കഴിഞ്ഞാൽ നിനക്കൊന്നും ഭക്ഷണമില്ല ചേച്ചി. വെള്ളമില്ല. വെള്ളം പിന്നെ അവിടെ നിന്ന് ആ പാറന്ന് ഒഴിവ് നക്കിയാന്ന് കുടിക്കാന്ന് ഓടിക്കും. അവിടെ അവൻ്റെ അടുത്ത് വെള്ളം ഉണ്ടായിരുന്നു. ഒരു ഭക്ഷണം കിട്ടിയല്ല. കാരണം പഴങ്ങളും അതൊക്കെ ആണല്ലോ നിങ്ങളുടെ തീറ്റ. പിന്നെ എങ്ങനെയൊക്കെ മരം ചാടി പോകും. എവിടെ ചെന്നാലും ഈ കാട്ടിലേ ഭക്ഷണം ഒന്നും ഒരിടത്തും കാണാൻ ചാൻസ് കൊടുക്കുക. ബാക്കിയുള്ള ജീവിക്ക് ഇലയും പറിച്ച് തിന്നാലോ. ആനയെ കാണലേ എന്തെങ്കിലും ഇലയൊക്കെ തിന്നാലോ. കുരങ്ങൻ അത് പറ്റിയല്ലോ. ആനക്കെന്താ ഇല? അവൻ മരത്തിന്റെ ഇലയൊക്കെ ആന പറിച്ചു തിന്നു ചേച്ചി. അവൻ മരത്തിന്റെ ഇലയും ഇങ്ങനെ വണ്ടി കൊണ്ട് പോകുന്നു. അവൻ ആന നോക്കുക പയ്യനായിരുന്നു. മഴയരയൊക്കെ വന്ന് പെട്ടുപോകുന്നു. മൊബൈൽ നോക്കുവാണെന്നൊരു ഡൗട്ടുണ്ട്. ഇല്ല, ഈ വളവിനൊന്നും മൊബൈൽ നോക്കത്തില്ല. അച്ചോ, റോട്ടിൽ കൊണ്ട് നിൽക്കുന്നവന്മാർ ചില സമയത്ത് പേടിപ്പിക്കും. ചാടി റോഡിന് അടുക്കോട്ട് വീഴും. നമ്മളോർക്കും വേറെ ഏതാണ്ട് വരുന്നത്. ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണ. അങ്ങനെ ആനക്കഥ പറഞ്ഞു നിന്നു. അത് ഇടുക്കി വിട്ടു. നമ്മൾ കോട്ടയം കയറി പോയി. എറണാകുളം. അങ്ങനെ ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും എറണാകുളം ജില്ലയിലോട്ട് കയറുകട്ടെ. 24 മണിക്കൂർ കഴിഞ്ഞു. 24 മണിക്കൂർ ഇടുക്കി നിന്നു. എന്നാലും ഇന്നലത്തെ ആ വൈകിട്ട് കയറ്റം ഒരു അനുഭവമായിരുന്നു. ആ മഴയത്ത് മഴയത്ത് പക്ഷെ മഴ പെയ്തില്ല കുറച്ചൊക്കെ കാണാൻ പറ്റിയാണ്. മഴ കാണാൻ പറ്റുന്നത് മഴയുടെ ഒരു അനുഭവമേ. ആ കാറ്റും